ബുദ്ധി നമ്മളെ നയിക്കേണ്ടത് അള്ളാഹുവിന് മുന്നിൽ വിനയം കാണിക്കുന്നതിലേക്കാണ്, പ്രമാണങ്ങൾക്ക് മുന്നിൽ വിനയം കാണിക്കുന്നതിലേക്കാണ്, പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും കൽപ്പനകൾക്ക് മുന്നിൽ കീഴൊതുങ്ങുന്നതിലേക്കാണ്. അതിനാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം മറക്കാതിരിക്കുക, ഓർക്കുക. ലോകത്തിലെ പ്രഗത്ഭരായ പല ബുദ്ധിജീവികൾക്കും ഹിദായത്ത് ലഭിച്ചിട്ടേ ഇല്ല. നമ്മൾ പലതരത്തിലുള്ള ഭൗതികവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പാഠപുസ്തകങ്ങളായി തീർന്ന, രചനകൾക്ക് മുതിർന്ന, വലിയ തരത്തിലുള്ള ബുദ്ധിയുണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിജീവികൾ അവർ അള്ളാഹുവിൻ്റെ മാർഗദർശനം ലഭിക്കാതെയാണ്, അത് പുൽകാനുള്ള സൗഭാഗ്യം ലഭിക്കാതെയാണ് ഈ ലോകത്തിന് ഇന്ന് വിട പറഞ്ഞു പോയത് എന്ന് നമുക്കറിയാം. ഇന്ന് എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ ബുദ്ധി നിലവാരത്തിൻ്റെ യാതൊരു സ്പർശവുമില്ലാത്തൊരു തലമുറ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ അമരത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ്, നമ്മൾ അതിനു മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ ഉയർന്ന തരത്തിൽ തീർച്ചയായും ബുദ്ധി നിലവാരമുണ്ടായിരുന്ന, വളരെ ആഴമുള്ള വിശകലനങ്ങൾ പല രംഗങ്ങളിലും നടത്തിയിരുന്ന വലിയ ബുദ്ധിജീവികളുടെ ഒരു നിര തന്നെ ഭൗതികവാദികളായി ഉണ്ടായിരുന്നു. പക്ഷേ ആ ബുദ്ധി അവർക്ക് ഉപകാരപ്പെട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആത്യന്തികമായ സത്യങ്ങൾ മനസ്സിലായില്ല. നമ്മൾ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുക. ഫിലോസഫർമാരായി, ഫൽസഫയുടെ വക്താക്കളായി കടന്നു വന്നവരുണ്ട്. അവർ പറഞ്ഞത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒന്നും മാർഗദർശനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ്, തത്വചിന്ത പഠിച്ചവരാണ്, ഞങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് സ്വന്തം നിലക്ക് മനസ്സിലാക്കിക്കൊള്ളാം, ഈ ഖുർആനും ഹദീസുകളുമെല്ലാം സാധാരണക്കാർക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിയുടെ അഹങ്കാരം മൂലം ഹിദായത്തിൻ്റെ മുമ്പിൽ കരിമ്പടം പുതച്ചിരുന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗദർശനത്തോട് മുഖം തിരിച്ചു നിന്ന ഫിലോസഫർമാർ, ഫൽസഫയുടെ ആളുകൾ മുസ്ലിം ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേ വർത്തമാനങ്ങൾ ചില സൂഫികളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധി സ്വയം ഒരാളെ രക്ഷിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബുദ്ധിയുടെ കൂടെ വിനയമുണ്ടാകാനുള്ള വിവേകം നമ്മൾ കാണിക്കുക. ഇല്ലെങ്കിൽ ആ ബുദ്ധി തന്നെ നമ്മുടെ പതനത്തിന് നിമിത്തമായി തീരുമെന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു നമ്മയെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.